ജീവിതാനുഭവമാണ് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനെങ്കിൽ കേരളത്തിലെ തലമുതിർന്ന ബ്രാൻഡുകളിലൊന്നായ ഫ്രൂട്ടോമാൻസിന്റെ ഫൗണ്ടർ ജോസ് തോമസ് ഒന്നാം റാങ്കുകാരനായ ഓൺട്രപ്രണറാണ്. നല്ല ബ്രാൻഡുകൾ പിറക്കുന്നതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണവും അധ്വാനവുമുണ്ട്. 60 വർഷം മുമ്പ് ഒരു പൈനാപ്പിൾ പ്രൊഡക്റ്റിൽ തുടങ്ങിയ ഫ്രൂട്ടോമാൻ ഫുഡ് പ്രൊഡക്ട്സ് ജോസ് തോമസ് എന്ന ഓൺട്രപ്രണറുടെ വ്യക്തിപരമായ വിജയം കൂടിയായിരുന്നു. പൈനാപ്പിൾ ധാരാളമായുള്ള ഭരണകാലത്ത് 60 വർഷം മുമ്പ് തുടങ്ങിയ ജാം ബിസിനസ്സിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ പല മേഖലകളിൽ കയ്യൊപ്പുവെച്ച ബിസിനസ് എൻസൈക്ലോപീഡിയയായി ജോസ് തോമസ് മാറിയിരിക്കുന്നു. എൻ്റെ ഫാദറും എൻ്റെ ഫാദറിൻ്റെ അളിയനും അന്ന് ഒരു 60 വർഷം മുമ്പ് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് പൈനാപ്പിളിൽ ധാരാളമുള്ള സ്ഥലമാണ് ഭരണങ്ങാനം. അവിടെ തുടങ്ങി വളരെ ചെറുതായിട്ടെന്ന് വെച്ചാൽ വളരെ ചെറുതായിട്ട് തുടങ്ങിയതാണ്. പിന്നെ ഇവിടെ എറണാകുളത്തൊരു ചെറിയൊരു യൂണിറ്റോട് തുടങ്ങി. അപ്പോൾ അങ്ങനെ 3 യൂണിറ്റാണ് ഫ്രൂട്ടോമാൻ അന്നുണ്ടായിരുന്നത്. ഇന്നിപ്പം 5ആയി. ഏകദേശം 250 പേരോളം ജോലി ചെയ്യുന്നുണ്ട്. ഫ്രൂട്ടോമാൻസിനെ ബ്രാൻഡാക്കി മാറ്റിയതിന് പിന്നിൽ ഒരുപാട് അധ്വാനവും കാൽക്കുലേറ്റഡ് എക്സിക്യൂഷനും ഉണ്ടായിരുന്നു. അന്ന് ഒത്തിരി ബുദ്ധിമുട്ടി. ഓരോ കടകളിലും ആൾക്കാർ വിട്ട് ഓരോ കുപ്പി 2 കുപ്പി ഓരോ അങ്ങനെ കൊടുത്താണ് ഈ ബ്രാൻഡ് പൊക്കിക്കൊണ്ടുവന്നത്. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഫ്രൂട്ടോമാൻ എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും ഫ്രൂട്ടോമാൻ പറഞ്ഞാൽ അറിയുന്ന ഒരു കണ്ടീഷനായി. ഇപ്പോൾ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സായി. കേരളത്തിൻ്റെ പുറത്തോട്ട് അങ്ങനെ അധികമില്ല, പക്ഷെ ദുബായ് സൈഡിലോട്ടുണ്ട്. മിലിറ്ററി, നേവി അത് ഞങ്ങളുടെ ഒരു വലിയ മാർക്കറ്റാണ്. ലോകത്തെ പ്രമുഖ രാജ്യങ്ങളിലെല്ലാം ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്തിട്ടുള്ള ജോസ് തോമസിന് പക്ഷേ നാടിനെക്കുറിച്ച് ഓൺട്രപ്രണർ എന്ന നിലയിൽ ഒരു പരിഭവമുണ്ട്. ഓരോ ഓഫീസുകളിൽ ചെന്ന് കയറി കാര്യങ്ങൾ നടത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പരിചയമില്ലെങ്കിൽ ഒന്നും തന്നെ നടക്കില്ല. പിന്നെ കൈക്കൂലി വേറൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ കൈക്കൂലി കൊടുത്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അതും ബിസിനസ്സുകാരെ എൻ്റർപ്രണേഴ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കുറഞ്ഞ മാർജിനിൽ ഹ്യൂജ് വോളിയം എന്നതാണ് ജോസിന്റെ ബിസിനസ് സക്സസ് മന്ത്ര. ആത്മാർത്ഥമായ പാഷനും ഹാർഡ് വർക്കും വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഇദ്ദേഹം. വർക്ക് ഹാർഡ്. ഒരുപാട് അമിത ലാഭം പ്രതീക്ഷിക്കരുത്. ആദ്യം ചെറിയ ലാഭത്തിൽ തുടങ്ങുക. പിന്നെ ഒരാളുമായിട്ട് പരിചയപ്പെട്ടാൽ അയാളുടെ കൂടെ നടന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ഓർഡർ എടുത്ത് നല്ല പ്രോഡക്റ്റ് കൊടുത്ത് അതിനെ നല്ല രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ബിസിനസ് വലുതാകാൻ പറ്റൂ. പോർട്രസ്റ്റിന്റെ ട്രസ്റ്റി, ഇൻഡോ അമേരിക്കൻ ചേംബറിന്റെ ചെയർമാൻ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. മികച്ച ഹോക്കി പ്ലെയർ എന്ന നിലയ്ക്ക് സ്വായത്തമായ ഉൾക്കരുത്ത് ചിന്തയിലും പ്രവൃത്തിയിലും ജോസ് തോമസിനെ ചെറുപ്പക്കാരനാക്കുന്നു. 4:30 എഴുന്നേക്കും. യോഗ, നടപ്പ് അതായിരിക്കും എൻ്റെ. പിന്നെ പണ്ട് മുതലേ സ്പോർട്സ്മാൻ ആയിരുന്നു. ഹോക്കിയിലാണെങ്കിലും ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനർജി ഉണ്ട്.